ഹലോ ഫ്രണ്ട്സ്, അതായത് ഇവിടെ അടിപൊളി പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാൻ പോകും. നല്ല ഫ്രഷ് പേരയ്ക്ക പറിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പേരയ്ക്കയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കിട്ടില്ലം പേരയ്ക്ക. ഓക്കെ കേട്ടോ, നല്ല കിട്ടില്ലം പേരയ്ക്കയാണ് കേട്ടോ, അടിപൊളി നല്ല റോസ് പേരയ്ക്ക. ഓക്കെ, നമുക്ക് പേരയ്ക്ക ഒരു 4 റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പേരയ്ക്ക ഉണ്ട് കേട്ടോ, പേരയ്ക്ക അതവിടെ നിൽപ്പുണ്ട്. അത് റെഡി ആയിട്ടില്ല, 1-2 ദിവസം കൂടെ കഴിയും കേട്ടോ അതൊന്ന് പഴുത്ത് വരാനായിട്ട്. ഇത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കൂടെ നമുക്ക് ചേർക്കാം. നല്ല കൊഴുപ്പ്, നല്ല രുചിയായിരിക്കും. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്, പിന്നെ നമ്മളെ പേരയ്ക്കുണ്ട്, പിന്നെ പഞ്ചസാര എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേരയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനൊക്കെ തന്നെ ക്യാരറ്റ് കൂടെ ഒന്ന് റെഡിയാക്കി കഴുകണം, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കാം. അതിൻ്റെ ഒരു മണ്ട ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല ഒരു പേരയ്ക്ക ജ്യൂസാണ്, ഫ്രഷ് പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമ്മളെ മരത്തുനിന്ന് പറിച്ചെടുത്ത നല്ല ഫ്രഷ് കിട്ടില്ല ഒരു പേരയ്ക്ക ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ചതഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മൾ കയ്യിൽ താഴെ പോയതാട്ടോ. ഓക്കെ, അടിപൊളി കിട്ടില്ല, എന്താ പറയുക, രുചിയാണ്. നല്ല റോസ് പേരയ്ക്കയാണ്. ഇത് ശരിക്കും ഹൈബ്രിഡാണ് കേട്ടോ, ഹൈബ്രിഡാണ്. നമുക്ക് എപ്പോഴും എല്ലാ സമയവും ഇതിനകത്ത് പേരയ്ക്ക ഉണ്ടാവും. പിന്നെ അതുപോലെ ചാമ്പയ്ക്ക ഉണ്ട്, റംബൂട്ടാനുണ്ട്. ഇതെല്ലാം ജ്യൂസ് അടിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. എല്ലാം നമ്മൾ ജ്യൂസ് അടിച്ചിങ്ങനെ കുടിക്കാറുണ്ട്, എല്ലാം പിടിക്കുന്നുണ്ട്, എല്ലാം ഹൈബ്രിഡാണ്. എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മളെ ഈ ഫലവർഗ്ഗങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് പീസാക്കണം. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരുക്കുന്ന എന്താ പറയുക ഒരു പേരയ്ക്ക ജ്യൂസിൻ്റെ വീഡിയോ. ഓക്കെ, ഇത് എന്താ പറയുക അടിപൊളിയാണ്. ഇത് ഐസ് ക്യൂബ്സ് ഒക്കെ നമുക്ക് നല്ല സെറ്റാക്കി കുടിക്കാം. നല്ല ഈ ചൂട് സമയത്തൊക്കെ, നല്ല ചൂടല്ലേ ഇപ്പോൾ, നല്ല ഈ ചൂട് സമയത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതാ ഗൈസ്, അവിടെ പേരയ്ക്ക കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് കണ്ടിച്ചൊന്ന് നമുക്ക് തന്നെ പീസ് ആക്കണം. കാണിച്ചു തരാം. കണ്ടോ, നല്ല റോസ്, അടിപൊളി നല്ല റോസ് പേരയ്ക്കാണേ, നല്ല കിട്ടില്ലം പേരയ്ക്കാണ്. ഇത് കഴിക്കാനും നമുക്ക് ജ്യൂസ് അടിക്കാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ് സംഭവം. കേട്ടോ, നല്ല റോസ് കളറാണ്, നല്ല കിട്ടില്ല സാധനമാണ്. നല്ല ഫ്രഷ് ജ്യൂസ്, പേരയ്ക്ക ജ്യൂസ് ഫ്രഷ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. ഐസ് ക്യൂബ്സും ഇതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല കിട്ടില്ല ചൂടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് നമുക്ക് എന്താ പറയുക താങ്ങാൻ പറ്റാത്ത ചൂടല്ലേ ഗ്യാസ്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചാലേ നമുക്ക് അതൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതാ ഇങ്ങനെ ചെറിയ പീസ്, അത്ര കൂടെ ചെറുതാക്കണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അകത്തിട്ട് അടിക്കാനായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റും അവിടെയുണ്ട്, ക്യാരറ്റ് നമ്മൾ അതേ കണക്കെ പീസാക്കി വെച്ചേക്കാണ് കേട്ടോ. ഓക്കെ, അതാ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിക്കകത്തിട്ട് അടിക്കാം. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. അതിനൊക്കെ നമുക്ക് പഞ്ചസാരയൊക്കെ ഇടണം, കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളൊരു 4 പേരയ്ക്കയാണ് എടുത്തേക്കുന്നത്, 4 പേരയ്ക്ക. അപ്പോൾ നമുക്കെന്താ ഈ ജാറിൻ്റെ അകത്ത് തന്നെ കിട്ടും. ചില സമയങ്ങളിലൊക്കെ നമുക്കെന്താ 5, 6, 10 ഒക്കെ കിട്ടും. ആ സമയത്ത് 2-3 പ്രാവശ്യമായിട്ടൊക്കെ നമുക്കെന്താ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ 4 ഉള്ളൂ. നല്ല കിടിലം കളറുണ്ടോ, നല്ല റോസ് കളറിലെ കിടിലം പേരയ്ക്കയാണ്. ഇതുപോലെ നമുക്ക് റംബൂട്ടാൻ, പിന്നെ അതിനൊക്കെ തന്നെ എന്താ പറയുക മറ്റേ മാങ്ങ, എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. എല്ലാ ജ്യൂസ് അടിക്കുന്ന കാണിച്ചു തരാം. നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിക്സി ഇട്ടൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കണം. ഇതിനെ നല്ല കിടിലം രുചിയാണ്. പേരയ്ക്ക ആയിട്ട് മാത്രം നമുക്ക് അടിക്കാം, പക്ഷേ പേരയ്ക്കായിട്ട് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ എന്തെങ്കിലും മുന്തിരിങ്ങ എന്തെങ്കിലും ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഇത് വരും. ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഇത്ര മാത്രം മതി കേട്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അങ്ങനെ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയിലേക്ക് അതിനെ കയറ്റി വയ്ക്കാം, മിക്സിയിലേക്ക് കയറ്റി വയ്ക്കാം കേസ്. അപ്പോൾ മിക്സിയിൽ ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് ഒന്ന് റെഡിയാക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. സംഭവം നിങ്ങളിത് കുടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്കത് വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. പക്ഷേ എങ്കിലും ഇത് ഉണ്ടാക്കി കുടിച്ചാൽ അടിപൊളിയാണ്. ഇതാ നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ, നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ പറയുക മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ അരി ഉണ്ടല്ലോ, അരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാ ഒത്തിരി വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടെ മിക്സിയിലോട്ട് വെച്ച് കൊടുക്കാം. മെയിനായിട്ട് ഇതിൻ്റെ അരിയാണ്, കുരുകുര ഉള്ള അരി ഉണ്ടല്ലോ, അരി ഒന്ന് നമുക്കൊന്ന് മാറ്റിയെടുത്ത് സെറ്റ് ചെയ്യണം കേസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാടുള്ള ഭാഗം എന്ന് പറയുന്നത്, അതാണ്.
ബാക്കിയൊക്കെ അതിൻ്റെ മാംസമാണ്, അത് കണക്കിരിക്കുന്ന ഭസ്മം കണക്കിരിക്കുന്ന മാംസമാണ്. അത് നല്ല രീതിയിൽ കുടിക്കാൻ പറ്റും. പക്ഷേ അരി ഒന്ന് മാറ്റണം. നമ്മൾ സാധാരണ കഴിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, അരിയുടെയൊക്കെ പോവും, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ വശം മറ്റേ ഈ അരി കൂടെ മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ പരിവം. ഓക്കെ, അപ്പോൾ നമ്മൾ പേരയ്ക്ക ജ്യൂസിൻ്റെ ഏകദേശം ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അരി ഇതിൽ കുറച്ചൊക്കെ അരഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് എടുത്ത് കളയണം, പുറത്തേക്ക് എടുത്ത് കളയണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് ഇത്തിരി ഇതാണ്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേസ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരി കൂടെ നമുക്ക് മാറ്റിയെടുക്കണം, എന്നാലും നമ്മൾ അടിപൊളി കിട്ടലും പേരയ്ക്ക ജ്യൂസ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മൾ ക്യാരറ്റും അത് കണക്ക് നമ്മൾ പേരയ്ക്കും കൂടെ മിക്സ് ആയതാണ്. ഞാനിവിടെ പേരയ്ക്ക ജ്യൂസ് എന്നാണ് പറയുന്നത്. ക്യാരറ്റ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ ക്യാരറ്റ് ചേർക്കാറുണ്ട്, അതിനൊക്കെ തന്നെ കറുത്ത മുന്തിരിങ്ങ, അതിനൊക്കെ തന്നെ പച്ച മുന്തിരിങ്ങയൊക്കെ ചേർക്കാറുണ്ട്. ഓക്കെ, പേരയ്ക്ക മാത്രം അടിക്കാറുണ്ട്. പേരയ്ക്ക മാത്രം അടിക്കുമ്പോൾ പേരയ്ക്കയുടെ മാത്രം ഒരു രുചിയാണ് വരുന്നത്. ഇപ്പോൾ ഇത്തിരി കൂടെ കൊഴുപ്പ് കിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കൂടെ അതിൻ്റെ ചേർക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിനെ അരിച്ചെടുക്കാനാണ് കേട്ടോ. അരിച്ചെടുക്കണം, അതിൻ്റെ അരി മാറ്റണം. അരി മാറ്റിയില്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് അരി കടിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം നമുക്കത് ഈ ജാറിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, അതിന് അളവൊന്നുമില്ല. ഏകദേശം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് അടുത്ത ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അളവൊന്നുമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനാണ്. അതായത് നമുക്ക് അളവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോനെ ഒഴിക്കാൻ പാടില്ല. നമുക്ക് 1-2 ഗ്ലാസ് അത് മതി. അല്ല, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പകുതി ഒഴിച്ചു കൊടുത്തും ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അതാണ് ഞാൻ ശരിക്കും മെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം പറ്റിയിരിക്കുന്ന പേസ്റ്റ് എല്ലാം കൂടി നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന അടിപൊളി ഒരു പേരയ്ക്ക ജ്യൂസ്. ഇത് നമുക്കതായി ഈ കുഴമ്പിലേക്ക്, പേരയ്ക്ക നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന കുഴമ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞല്ലേ ഇതിൻ്റെ അരി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് അതങ്ങ് ലൂസാകുമ്പോഴത്തേക്കും നമുക്കത് അരിച്ച് നമ്മൾ ചായ അരിക്കുന്ന ഈ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അല്ലാതെ കുറച്ചുകൂടെ തൊത്ത് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയൊരു കണ്ണുള്ള അരിപ്പുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അതിനെ അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ ആ ജ്യൂസിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അരിക്കാനുള്ളൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അരിച്ചൊഴിക്കാനുള്ളൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ഇവിടെയാണ് നമ്മൾ കുറച്ചൊരു ടൈം നമുക്ക് എടുക്കുന്നത്. കാരണം ഇത് നല്ല കട്ടിക്കുഴമ്പ് കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വീഴണം. അപ്പോൾ അതിൻ്റെ ടൈം എടുക്കുക കേസ്. അപ്പോൾ അതാണ് ഒരു ടൈം എടുക്കുന്നത്, അല്ലാതെ ബാക്കിയെല്ലാം എളുപ്പമാണ് കേട്ടോ. നന്നായിട്ട് കലക്കി പ്രസ് ചെയ്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസിൻ്റെ കട്ടിയൊന്നും പോകില്ല. നമുക്ക് ഈ അരഞ്ഞ ഈ അരി ഉണ്ടല്ലോ അതങ്ങ് അവിടെ ബ്രേക്കാവും, അത്രേ ഉള്ളൂ. ബാക്കി നമ്മളെ കട്ടിയുള്ള ജ്യൂസ് തന്നെയാണ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ല കിടില സംഭവമാണ്. അപ്പോൾ മിക്കുള്ളവരുടെ വീട്ടിലും പേരയ്ക്ക ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഉള്ളത് ഹൈബ്രിഡ് പേരയ്ക്കയാണ്. എപ്പോഴും കാണും പേരയ്ക്ക. അതിനൊക്കെ വലിയ പേരയ്ക്കയാണ് വരുന്നത്. അത് ചിലവരുടെ വീട്ടിൽ നാടൻ പേരയ്ക്ക ആയിരിക്കും. അപ്പോൾ നാടൻ പേരയ്ക്ക ചെയ്യാം. ഇനി ഏത് കളർ സാധാ പേരയ്ക്ക ചെയ്യാം. ഏതായാലും ഇത് സെയിം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, ഒരു മാറ്റമില്ല. ഇത് സെയിം തന്നെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചൊന്ന് കൊടുക്കുകയാണ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, ഇതാണ് കുറച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ഇതാണ്. അല്ലാതെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ടൈം ഒത്തിരി എടുക്കും. കാരണം ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചാറും താഴത്തേക്ക് നമ്മൾ വീഴ്ത്തണം. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ നമുക്ക് കംപ്ലീറ്റ് അത് അരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ തൊത്ത്. ഈ തൊത്ത് ആണ് നമ്മൾ അരിച്ച് മാറ്റിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രഷ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ട. ഇതിൽ ഏതൊരു അരിയും ഇല്ല, ഒന്നുമില്ല, കിടിലമാണ് കേട്ടോ. ഇതിൽ ഒന്നുമില്ല, ഇത് ഫ്രഷാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇനി ഐസ് ക്യൂബ്സ് ചേർക്കാം. പിന്നെ അതുപോലെ പഞ്ചസാര ഞാൻ കാണിച്ചു തരാം. ഇടുന്ന അളവ് അത് മധുരം നോക്കി ഇടാം കേട്ടോ. അപ്പം നമ്മൾ 1 സ്പൂൺ 2 സ്പൂൺ
ഇട്ടിട്ടുണ്ട്, 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മധുരം, കാരണം എല്ലാവർക്കും ഒരേ കണക്കുള്ള മധുരമായിരിക്കില്ല. മധുരം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് മധുരം ഇട്ട് കൊടുക്കാം. അല്ലാതെ കുറച്ച് മാത്രം ആയിട്ടുള്ളവർക്ക് കുറച്ച് മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ മധുരം വേണ്ടാത്തവർക്ക് മധുരം ഇല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. അതിനും പ്രശ്നമില്ല, കാരണം പേരയ്ക്കയിൽ മധുരമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മൾ തൊത്തൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഈ തൊത്തൊന്നും നമ്മൾ കളയില്ല കേട്ടോ, നമ്മൾ ഇതിനാണ് ഇട്ട് കൊടുക്കും. നമ്മൾ റോസ്, വെണ്ടയ്ക്ക അങ്ങനെയുള്ള നമ്മളെ ഈ പച്ചക്കറി കൃഷിയൊക്കെ നമുക്കുണ്ടേ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെല്ലാം റെഡിയാണ് കണ്ടോ. എല്ലാം എന്താ ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട്. പഞ്ചസാരയൊക്കെ കലക്കി റെഡിയാക്കി. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്ലാസ് എടുത്തിലൂടെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല കിട്ടിലൻ ജ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതായി ഈ ഐസ് ക്യൂബ്സ് ഇവിടെ നിന്ന് എടുക്കാം. നല്ല ചൂടത്തൊക്കെ ഇതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നല്ല കിടിലമാണ്, അടിപൊളിയാണ് കേസ്. അതിന് ഏതൊരു മാറ്റവും ഇല്ല, കാരണം ഇപ്പോൾ നല്ല ചുട്ട് പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജ്യൂസുകൾ കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. നല്ലൊരു എന്താ പറയുക, എനർജറ്റിക് ആവും. നല്ല രീതിയിൽ നമുക്കൊരു ശക്തി വരും, നല്ലൊരു ഉന്മേഷം വരും, വിശപ്പ് മാറും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ. നമുക്കിത് ഐസ് ക്യൂബ്സ് ആയിട്ട് കൊടുക്കാം. പൊങ്ങി എടുത്തുണ്ട് കണ്ടോ, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. ഓക്കെ സാ കണ്ടോ, ഐസ് ക്യൂബ്സ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പേരയ്ക്ക ജ്യൂസ്. ഇനി സംഭവം എന്ന് വെച്ചാൽ ഈ ഐസ് ക്യൂബ്സ് ഇട്ടുടനെ കുടിക്കരുത്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഐസിൻ്റെ മറ്റേ തണുപ്പുണ്ട്, നീരൊക്കെ അങ്ങ് പേരയ്ക്കയിലോട്ടങ്ങനെ മിക്സ് ആവണം. ഓക്കെ, നമ്മളൊരു 3-4 ഇട്ടിട്ടുണ്ട് ഇവിടെ, 3-4 ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗേസ്, കേട്ടോ, നല്ല കിടിലം അടിപൊളി സാധനമാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി കൊടുക്കുക. നല്ല കിടിലം ഒരു അടിപൊളി ഐറ്റമാണ്. ഓക്കെ ഗേസ്, എല്ലാ ഗ്ലാസ്സിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുടിക്കാം. അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി കിടിലം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ വയ്ക്കുക. അടുത്ത വീഡിയോ കാണാം.